പ്രിയമുള്ളവരെ, തെരുവിലേക്ക് സ്വാഗതം. യുദ്ധം അതിൻ്റെ എല്ലാ സീമകളും ലംഘിച്ച് മുന്നേറുകയാണ്. ചട്ടം വിത്തരം എന്ന് പറയാൻ പറ്റുന്ന രീതിയിലുള്ള സ്വഭാവങ്ങൾ പ്രകടിപ്പിക്കുന്ന ലോകരാഷ്ട്ര നേതൃത്വത്തിൻ്റെ വിവേകമില്ലാത്ത ഇടപാടുകൾ, നടപടിക്രമങ്ങൾ മനുഷ്യനെ എത്രത്തോളം ദ്രോഹിക്കുന്നു എന്നുള്ളതാണ് ഇന്ന് നാം ലോകത്ത് കണ്ടുകൊണ്ടേയിരിക്കുന്ന ചിത്രം. യുദ്ധം ഇങ്ങനെ കൊടുമ്പിരിക്കൊണ്ടിരിക്കെ, അഭയാർത്ഥി പ്രവാഹം വർദ്ധിച്ചുകൊണ്ടിരിക്കെ, കഴിഞ്ഞ ദിവസം നോഫൽ സാറ് വാക്കിലയിലൂടെ പറഞ്ഞ വാക്കുകളാണ് ഓർമ്മ വരുന്നത്. അമ്മേ, എനിക്ക് വീട്ടിൽ പോകണമെന്നുള്ള ഒരു കുട്ടിയുടെ അഭയകേന്ദ്രത്തെക്കുറിച്ചിട്ടുള്ള ബോധം. മനുഷ്യരെന്നും അങ്ങനെയാണ്. അവൻ്റെ ഏറ്റവും സ്വസ്ഥമായ സ്ഥലം അവൻ്റെ വീടാണ്. അവൻ്റെ വീട്ടിൽ നിന്നും കുടിയിറക്കപ്പെടുന്ന, ഒരു കാരണവുമില്ലാതെ കുടിയിറക്കപ്പെടുന്ന എത്രയോ നിരപരാധികൾ. യു പിയിൽ യോഗി ആദിത്യനാഥിൻ്റെ ബുൾഡോസർ രാജ് കൊണ്ട് ഒരു വംശത്തിനെതിരെയുള്ള, മുസ്ലിം സമൂഹത്തിനെതിരെയുള്ള നീക്കത്തിൻ്റെ ഭാഗമായിട്ട് കുടിയിറക്കപ്പെട്ട മനുഷ്യരെക്കുറിച്ച് ഓർക്കുമ്പോൾ, അതേപോലെ വർഷങ്ങളോളമായിട്ട് ഫലസ്തീൻ്റെ ഭൂപ്രദേശത്തിൽ നിന്ന് ആട്ടിയോടിക്കപ്പെടുന്ന, ഇസ്രായേലിനാൽ ആട്ടിയോടിക്കപ്പെടുന്ന, കുടിയിറക്കപ്പെടുന്ന, അഭയാർത്ഥി കേന്ദ്രങ്ങളിലേക്ക് ആനയിക്കപ്പെടുന്ന മനുഷ്യരുടെ വലിയൊരു കൂട്ടത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ യുദ്ധം കാരണം കുടിയിറക്കപ്പെടുന്ന നിരപരാധികളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, ഏറ്റവും അവസാനം ഏകാധിപത്യത്തിൻ്റെ അഹന്തയിൽ ഇറാൻ എന്ന രാഷ്ട്രത്തെ ഉപദ്രവിച്ച് ആ രാഷ്ട്രത്തിൻ്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്ത് ആ രാഷ്ട്രത്തിൻ്റെ നേതൃത്വത്തെ അറ്റാക്ക് ചെയ്തതിന് ശേഷം തിരിച്ചടി വാങ്ങി ഇസ്രായേൽ ആ രാഷ്ട്രത്തിലുള്ള ജനതയെ അഭയാർത്ഥികളാക്കുന്നത് നേരിൽ കാണുമ്പോൾ, ഈ മനുഷ്യരൊക്കെയും തന്നെ നിരപരാധികളാണ് എന്നുള്ള ബോധവും, അവരുടെ അമ്മേ എനിക്ക് വീട്ടിൽ പോകണമെന്ന അവരുടെ മക്കൾ പറയുമ്പോൾ ഉണ്ടാകുന്ന അവരുടെ മാനസിക പ്രയാസവും, ഭക്ഷണവും വെള്ളവും വസ്ത്രവും ഇല്ലാതാവുന്ന മനുഷ്യൻ്റെ കുടിലിൽ നിന്ന് ഇറക്കപ്പെടുന്ന സാഹചര്യവും ഓർക്കുമ്പോൾ മനസ്സ് വല്ലാതെ വേദനിച്ചു പോവുകയാണ്. ഇന്നേറ്റവും സ്വതന്ത്രമായിരുന്നാണ് ഞാൻ സംസാരിക്കുന്നത് എന്നുള്ള ബോധം എനിക്കുണ്ട്. പക്ഷേ നാളത്തെ ഒരു പുലരിയിൽ ഏത് സമയവും അവരുടെ കൂടെ സഞ്ചരിക്കേണ്ടവനാണ് ഞാനെന്ന ബോധവും എന്നെ വല്ലാതെ അലട്ടിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. എന്നെ എന്തിനാണ് കുടിയിറക്കപ്പെട്ടത് എന്നുള്ള ഒരു ചോദ്യം ഞാൻ എന്നോട് ചോദിക്കുമ്പോൾ ഉത്തരം, എനിക്ക് എൻ്റേതായിട്ടുള്ള ഒരു ഉത്തരവും എനിക്ക് പറയാൻ കഴിയില്ല. എന്നെ കുടിയിറക്കപ്പെട്ടത് അവൻ്റെ അധികാരത്തിന് വേണ്ടിയായിരുന്നു എന്നുള്ള ഉത്തരമാണ് എനിക്ക് പറയാൻ കഴിയുക. ഇന്ന് ലോകത്ത് യുദ്ധം കാരണം അഭയാർത്ഥികളാക്കപ്പെട്ട മനുഷ്യരുടെയൊക്കെയും തന്നെ ആ ദുരിതത്തിൻ്റെ കാരണം പേറി നടക്കുന്നവർ അവരുടെ രാഷ്ട്ര നേതൃത്വങ്ങളാണ്. അവരുടെ അധികാരത്തിന് വേണ്ടിയാണ്, അവരുടെ വെട്ടിപ്പിടിക്കാനുള്ള മോഹമാണ്, അവരുടെ അത്യാർത്തിയാണ്, അവരുടെ അഹന്തയാണ്, അവരുടെ ചട്ടമ്പി സ്വഭാവമാണ് ലോകത്ത് ഇത്രയും രക്തമൊഴുക്കുകയും ഇത്രയും മനുഷ്യരെ അഭയാർത്ഥികളാക്കുകയും പട്ടിണിക്കിടുകയും നരകയാതനയ്ക്ക് വിധേയമാക്കുകയും ചെയ്യുന്നത്. ലോകത്തൊരു ഭരണാധികാരിയെ മനുഷ്യൻ തെരഞ്ഞെടുക്കുമ്പോൾ എത്രത്തോളം ചിന്തിക്കണമെന്നുള്ളത്, എത്രത്തോളം പഠിച്ച് ആ വിഷയത്തിൽ കൈകാര്യം ചെയ്യണമെന്നുള്ളത് നമ്മെ വല്ലാതെ ബോധ്യപ്പെടുത്തുന്ന കാലഘട്ടമാണ് സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുന്നത്. അർഹിക്കപ്പെടാത്ത സ്ഥാനത്ത് അർഹിക്കപ്പെടാത്ത മനുഷ്യരെ കുടിയിരുത്തുമ്പോഴുണ്ടാകുന്ന അപകടകരമായിട്ടുള്ളൊരു സാഹചര്യം, അത് നമ്മുടെ സ്വൈര്യ ജീവിതം തന്നെ മരണത്തിലേക്ക് സഞ്ചരിപ്പിക്കാവുന്ന അത്രത്തോളം ഭീകരമാണ് എന്നുള്ളത് ഓർക്കുക. നമ്മുടെ രാഷ്ട്ര നേതൃത്വം അവർ ചെയ്യുന്ന തെറ്റിനെ അവരുടെ വംശവും അവരുടെ മതവും നോക്കി നിർവചിച്ച് അംഗീകാരം നൽകാതെ നീതിയുടെ പക്ഷത്ത് നിന്നുകൊണ്ട് ചിന്തിച്ച് അവരെ വിമർശിക്കേണ്ടടുത്ത് വിമർശിക്കുകയും
അവരെ നേർരേഖയിലാക്കേണ്ടിടത്ത് നേർരേഖയിലാക്കുകയും ചെയ്യുന്ന മനുഷ്യ സമൂഹമാണ് അതിജീവിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടാകുക. അല്ലാത്തവർ ഇന്നത്തെ കാലത്ത് അനുഭവിച്ചു തീർക്കുന്ന മനുഷ്യരെ പോലെ യാംപാറ്റകളായി യുദ്ധത്തിൻ്റെ കൊടുതിയിൽ മരിച്ചു വീണു പോകുന്ന മനുഷ്യരായി മാറിത്തീരും.